ഞാൻ ബൈജു ജീസൻസ് ഗോൾ കമ്പിൽ. എന്നെ കുറച്ചാൾക്കെല്ലാം അറിയാൻ തോന്നുന്നു. എൻ്റെ സ്ഥലം കമ്പിലാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മളെ കമ്പിൽ ടൗണിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഞായറാഴ്ച 7-ാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം വരുന്നത്. സ്ഥലം MLA വരുന്നുണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നോട് കുറേ ആൾ ചോദിച്ച് ബൈജു എങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടി തോന്നിയത്, നല്ല ആശയമാണെന്നുള്ളൊരു അഭിപ്രായം ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗിഫ്റ്റ് ബോക്സിൽ എത്താനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചാരിറ്റി എന്നൊക്കെ മുന്നേ നമ്മൾ കേൾക്കലുണ്ട്, വീഡിയോസൊക്കെ കാണലുണ്ട്. മുന്നേന്ന് വെച്ചാൽ ഒരുപാട് വർഷം മുമ്പ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതെല്ലാം കാണുക അത്രയേ ഉള്ളൂ. നമ്മളെ ലൈഫിൽ അങ്ങനെ ഒരു ചിന്താ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ എന്നാലും നമ്മൾ ചെയ്യൂല. കാരണം അതങ്ങനെയാണ് ആ സമയത്തുള്ള മൈൻഡ് സെറ്റ്. കാരണം നമുക്ക് വരുമാനങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ ഈ ചാരിറ്റി കാര്യത്തിലേക്കൊന്നും പോവില്ല. കാരണം കൊടുക്കുമായിരിക്കും, വല്ല വിഷക്കാർക്കൊന്നും കൊടുക്കുമെങ്കിലും നമ്മളത് ഓർമ്മിച്ച് ചെയ്യുന്ന ഒരു അവസ്ഥ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഒരുപാട് വീഡിയോസുകളൊക്കെ കാണലുണ്ട്, ഇതുപോലെ ചാരിറ്റി ചെയ്യുന്ന വീഡിയോസെല്ലാം കണ്ട് പിന്നെ എനിക്കും തോന്നി അങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മെയിൻ ഇത് ചെയ്യണം തോന്നിയൊരു കാര്യം വെച്ചാൽ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ബൈജു ഈ ദാനം കൊടുക്കുന്നത് നല്ലതാണ്, പുണ്യമാണ്. ഈ ദാനം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലേ നമ്മുടെ സമ്പത്ത് നിലനിൽക്കൂല, നശിച്ചു പോവും എന്നൊരു വിശ്വാസമാണ്. അപ്പോൾ അവൻ്റെ വിശ്വാസം അവൻ പറഞ്ഞത്. പക്ഷേ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെ അഭിപ്രായം ഇതുതന്നെയാണ്. കാരണം ദാനം കൊടുക്കുന്നത് നല്ലതാണ്, നമ്മുടെ സമ്പത്ത് നിലനിൽക്കാൻ സമ്പാദ്യം കൂടാനൊക്കെ ദാനം ഉപകരിക്കും. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ എന്നാൽ ശരിയാണ്, നമ്മൾ ഒരു ഇല്ലാത്തൊക്കെ കൊടുക്കുമ്പോൾ അവരൊരു അനുഗ്രഹം ഉണ്ടാവും, അവരൊരു പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൽ വരും. അപ്പം നമ്മളെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടല്ലോ. അങ്ങനെയാണല്ല ഈ 1000 പ്രാക്കിൽ ആയുസിന് കേടെന്ന് പറഞ്ഞല്ല, നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ നല്ലത് നമുക്ക് കിട്ടുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ എന്ത് ചെയ്ത് ഈ ദാനം എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി, അതൊരു ശീലമാക്കിയേ. എനിക്ക് തോന്നുന്നു എനിക്ക് ആ സമയത്ത് എനിക്ക് ഈ ജ്വല്ലറിയോ സെറ്റപ്പൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ സാധാ ചെറിയ സ്വർണ്ണപ്പണികൾ എടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാനതങ്ങ് ശീലമാക്കി, എല്ലാ മാസവും ഇത്ര തുക എന്നുള്ള രീതിയിലേക്ക് ഒരു ശീലമാക്കി. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, എൻ്റെ വളർച്ച നല്ല രീതിയിലായിരുന്നു, കുറച്ച് സ്പീഡിലായിരുന്നു എനിക്ക് തോന്നുന്നു. അതിനുശേഷം അതിന് മുമ്പ് അങ്ങനെ ഒരു ശീലമൊന്നും ഉണ്ടായില്ല, ഞാൻ ഒരേ ലെവലിൽ പോകുന്നൊരു വ്യക്തിയാണ്. അതിനുശേഷം എൻ്റെ കുറേ മാറ്റങ്ങൾ എനിക്കെന്നെ തോന്നി. വിചാരിക്കാത്ത ഭാഗ്യങ്ങൾ എന്നെ തേടി വരുന്നു, വിചാരിക്കാണ്ട് പല ഈ ബിസിനസ്സിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കാൻ എനിക്ക് തോന്നുന്നു. അങ്ങനെ എൻ്റെ ബിസിനസ് എനിക്ക് തോന്നുന്നു ഇന്നീ കാണുന്ന ലെവലിൽ ഇപ്പോൾ എനിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ ചാരിറ്റി ദാനം ഞാനിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നിലയിലെത്തി, മോശമില്ലാത്തൊരു നിലയിലെത്തിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തായാലും ചാരിറ്റി ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് കുറച്ചുകൂടി ഒരു മാറ്റം വരുത്തിക്കണം. അതുപോലെ എന്നെപ്പോലെ അതിപ്പോൾ എനിക്കൊരു ശീലം ഉണ്ടായത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചിന്തയിൽ അങ്ങനെ തോന്നി. കുറേ ആൾ പറയുന്നത് കേട്ട ഒരു നിരീക്ഷണത്തിലാണ് എനിക്ക് ഈ ദാനം ചെയ്യാന്നുള്ളൊരു അതൊരു ശീലമായത്. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഒരു ശീലമാവണമല്ലോ. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ അതിങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സ് എൻ്റെ ഒരു ചിന്തയിൽ വന്നേ. അപ്പോൾ ഈ ഗിഫ്റ്റ് ബോക്സിൽ ഞാൻ പറയുമല്ലോ, ഇത് ആർക്ക് വേണ്ടിക്കും ഇതിൻ്റെ അകത്ത് വെക്കാം. അപ്പോൾ നമ്മളെ നാട്ടിൽ കമ്പിൽ ടൗണിലൊരു സെൻറ്ററിലാണ് നമ്മളിപ്പോൾ ഒരു ഗിഫ്റ്റ് ബോക്സ് വെച്ചിട്ടുള്ളത്. അതുവഴി പോകുമ്പോൾ ആർക്കും കാണാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തായാലും അതിൽ സാധനങ്ങൾ എന്തായാലും വെക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അവരും ഇത് ഈ ദാനം ചെയ്യും, അറിയാണ്ടെന്ന് പറഞ്ഞ പോലെ ദാനം ചെയ്ത് കാണുമ്പോൾ ദാനം ചെയ്യുന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു നമുക്ക് എന്താ പറയുക, ആരെങ്കിലും ഒരാൾ പറയും, അല്ലെങ്കിൽ ഒരു നമുക്കത് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് കാണണം, എന്നാലും നമ്മൾ ഈ ദാനം എന്ന് പറയുന്ന സാധനം ചെയ്യൂലേ. ഈ തുടക്കക്കാരി കാര്യമാണ് പറഞ്ഞത്, എൻ്റെ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ ഒരു കൊടുക്കണം എന്ന് തോന്നിയിട്ടൊന്നുമില്ല. ഇതൊക്കെ കാണുന്നുണ്ട്, തോന്നിയില്ല. പക്ഷേ ആ തോന്നുന്നൊരു സാഹചര്യം വന്നു, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. അതുപോലെ എല്ലാവരുടെ ജീവിതത്തിലും മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗിഫ്റ്റ് ബോക്സ് നമ്മുടെ കമ്പിൾ ടൗണിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയാം, നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുണ്യമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഗിഫ്റ്റ് ബോക്സിൽ നിങ്ങളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ 1 കിലോ പഞ്ചസാര വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു 1/2 കിലോ അധികം വാങ്ങുക, വേറൊന്നല്ല. നമ്മൾ ഗിഫ്റ്റ് ബോക്സിൽ വെച്ചാൽ ഇല്ലാത്ത പഞ്ചസാര വാങ്ങാൻ പൈസ ഇല്ലാത്തത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു ഗുണവും, പിന്നെ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു അംശം ദാനം ചെയ്ത പോലെ. അപ്പോൾ അങ്ങനെ എന്ത് സാധനമായാലും നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു 1/2 കിലോ അല്ലെങ്കിൽ ഒരു 1/4 കിലോ അധികം വാങ്ങുക, എന്നിട്ട് ഗിഫ്റ്റ് ബോക്സിൽ വെക്കുക. നിങ്ങൾ വല്ല ബിസ്ക്കറ്റ് പാക്കറ്റ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ നോട്ട് ബുക്ക് കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു നോട്ട് ബുക്ക് അധികം വാങ്ങുക, ഒന്ന് ഇതിൽ വെക്കുക എന്ന് പറയുമ്പോൾ എന്തായി, നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ ഒരംശം നമ്മൾ മറ്റൊരാൾക്ക് ദാനം കൊടുത്തതുപോലെയായി. എന്തായാലും ഈ ഗിഫ്റ്റ് ബോക്സിൽ അർഹതപ്പെട്ടവരെ വരികയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അങ്ങനെയാണ് അതിനെ പറ്റിയുള്ള പബ്ലിസിറ്റി കൊടുത്തിട്ടുള്ളത്. അതായത് തീരെ ഇല്ലാത്ത പാവങ്ങൾ, ഈ ഭക്ഷണം വാങ്ങാൻ ബുദ്ധിമുട്ട് കഷ്ടത അനുഭവിക്കുന്ന വീട്ടിൽ ആരോരും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർക്ക് ഈ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ അവർക്കൊരു ഗുണമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗിഫ്റ്റ് ബോക്സ് അവിടെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഗിഫ്റ്റ് ബോക്സിൽ വന്നിട്ട് സാധനം എടുക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ
അർഹതപ്പെട്ടവർക്ക് അത് കിട്ടുന്ന ഒരവസ്ഥയായി. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നെയാണ്. നമ്മൾ അനുഭവിക്കുന്ന ആ സുഖം സന്തോഷം അത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനൊരു അവസരമാണ് നമ്മൾ ഈ ഗിഫ്റ്റ് ബോക്സ്. ഈ ഗിഫ്റ്റ് ബോക്സിന് ഒരു പേരിടണമല്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ എന്ന് വെച്ചാൽ ഞാനൊരു 3 വർഷം മുമ്പ് ഒരു ചാനൽ തുടങ്ങിനെ, ബൈജു ജീസൺസ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ എന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാർ അറിയുന്ന ലെവലിലും പിന്നെ എൻ്റെ ബിസിനസ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിലായതും ഈ ചാനൽ അതിൻ്റെ പബ്ലിസിറ്റി കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ ഗിഫ്റ്റ് ബോക്സിന് ബൈജു ജീസൺസ് ഗിഫ്റ്റ് ബോക്സ് എന്നാണ് പേരിട്ടിട്ടുള്ളത്. എല്ലാവരും ചോദിച്ച് ജ്വല്ലറീൻ്റെ പേരിട്ടാൽ പോലെ ചോദിച്ചു. ഞാൻ പറഞ്ഞ് എൻ്റെ ചാനലാണ് എനിക്ക് ഇത്രയും ഒരു ലെവലിൽ തന്നെ ഒരു എന്താ പറയുക ഒരു 4 ആൾ അറിയുന്ന ലെവലിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ചാനലിനോടുള്ള ബഹുമാനം കൊണ്ട് ആ പേരാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. ബൈജു ജീസൺസ് ഗിഫ്റ്റ് ബോക്സ് എന്നാണ് നമ്മളെ ഗിഫ്റ്റ് ബോക്സിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഏതായാലും 7-ാം തീയതി നമ്മളെ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും സപ്പോർട്ടും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ.